ആരാധനയിൽ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സിസ്റ്റർ സിസ്റ്റർ ബിൻസി അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ആന്റി ഞാനിപ്പം പ്രസംഗമൊക്കെ പറയും എന്നൊക്കെ എന്നോട് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഒരുപാട് സന്തോഷം. ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഈ പ്രെയർ മീറ്റിങ്ങിനെ, ഈ സൂം മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുസ്നാന്റിയുടെ സ്നേഹവും കരുതലും ആത്മാർത്ഥമായ പ്രാർത്ഥന അതെ ഈ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഈ ഈ ഒരു സൂം മീറ്റിങ്ങിന് അംഗങ്ങളാകുന്ന എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇതില് പ്രാർത്ഥിക്കുന്ന എല്ലാ ആന്റിമാരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ചില എറണാകുളത്തെ മീറ്റിങ്ങിന് ശേഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ നമ്മുടെ കുടുംബജീവിതം ഒരുപാട് ഉണർവ് യോഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിനെ ഒന്നുകൂടി പുനർപ്രതിഷ്ഠ ചെയ്യുവാൻ ഈ ദിവസങ്ങളിലെ ടോക്ക്, ഈ ദിവസങ്ങളിലെ സംസാരം, അതെ നമ്മുടെ ഒരു അവയർനെസ് നമുക്ക് മുഖാന്തരമാകും. പ്രത്യേകിച്ച് വല്ലാത്തൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരു ലഹരിയുള്ള ജീവിതം, ആളുകൾ കള്ളു കുടിച്ചിട്ട് ലഹരി പ്രാപിക്കുമ്പോൾ നമ്മൾ കള്ളു കുടിക്കാതെ തന്നെ ലഹരിയിൽ ജീവിക്കുന്ന ആ ഒരു കൂട്ടരാണ് നമ്മൾ. ശരിയല്ലേ ടീച്ചേഴ്സ്? കള്ളു കുടിക്കാതെ നമുക്ക് ലഹരിയിൽ ജീവിക്കാൻ പറ്റും. അതാണ് 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരോട് എല്ലാവരും ചോദിച്ചത്, നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്നാ, അല്ലെ? നിങ്ങൾ ഈ വെളുപ്പാങ്കാലത്ത് കള്ളു കുടിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ ലോക്കൽ ഭാഷയിൽ പറയുമ്പോൾ നിങ്ങൾ ഒന്നും വിചാരിച്ചേക്കല്ല്. ഞാൻ പറഞ്ഞത് ലഹരി ഇല്ലാതെ ലഹരിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയണ അതാണ്. മനുഷ്യൻ നൈമിഷികമായിട്ടുള്ള ലഹരിക്കടിമയായി പോകുമ്പോൾ, ഇന്നത്തെ ലഹരി മാഫിയയെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോഴും സൂസനായിട്ട് ഓർപ്പിച്ചത് അതാണ്. തലമുറകള് അങ്ങനെ ഒരു കിക്കിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നല്ലാതെ ഒരു കിക്കിൽ ജീവിക്കാൻ നമുക്ക് പറ്റും. യെസ്, അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ തലമുറയ്ക്ക് മാത്രമായിട്ട് ദൈവം, അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് മാത്രം ഒഴുകുന്ന ആ ലഹരിയിൽ ജീവിക്കുവാൻ നമ്മുടെ ദാമ്പത്യ ബന്ധം, നമ്മുടെ ആത്മീയ ജീവിതം എല്ലാം ആകും. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം വായിക്കാം. ഇന്നത്തെ ചിന്തയോടനുബന്ധിച്ചുള്ളതായ ഒരു വാക്യമാണ്. വളരെ നമുക്ക് സുപരിചിതമായിട്ടൊരു വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കാമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. വീഞ്ഞ് പോരാതെ വരികിൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സുവിശേഷം, വളരെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് യേശു ചെയ്തതായ ഒന്നാമത്തെ അടയാളമാണ് എന്ത്? പച്ചവെള്ളം വീഞ്ഞാകും. അവസാനത്തെ അടയാളം എന്താണ്? രക്തം വീഞ്ഞാകും. അതല്ലേ അവസാനം യേശു പറയുന്നത്? എന്താണ് യേശു പറഞ്ഞത്? എന്റെ രക്തം ഇത് വീഞ്ഞാകും, അല്ലെ? വീഞ്ഞായിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സാധാരണ ജീവിതത്തെ, അതായത് പച്ചവെള്ളത്തെ ലഹരിയുള്ളതാക്കാൻ പറ്റും. എന്തിന്? ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വെറും സാധാരണമായിട്ടുള്ള നമ്മുടെ ജീവിതം ദൈവ സാന്നിധ്യം കൊണ്ട് വളരെ സ്പിരിറ്റുവൽ ആകുവാൻ, വളരെ ലഹരിയുള്ളതാക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ വീഞ്ഞ് പോലും പച്ചവെള്ളമാകും. ശരിയല്ലേ? എത്ര നല്ല ഫുഡ് നമുക്ക് ഉണ്ടാക്കി തന്നാലും, എത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാര്യം ചെയ്തു വെച്ചാലും ഒരു ടേസ്റ്റ് തോന്നാതിരിക്കും. ആന്റി രാത്രിയിലത്തെ മീറ്റിംഗ് അതിനകത്ത് പകലത്തെ മീറ്റിംഗ് ഈ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്നേഹത്തിലാകുമ്പോഴാണ് എന്ത് അനന്തമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു സ്പർശനം, ലളിതമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലും നമ്മെ ലഹരി പിടിപ്പിക്കും. ശരിയല്ലേ? നമ്മുടെ ജീവിതം മൊത്തം. എന്നാൽ സ്നേഹം പോകുമ്പോൾ കാർ വാങ്ങി തന്നാലും എന്താ? ഒന്നും ഫീൽ ചെയ്യില്ല. ശരിയല്ലേ? നമ്മള് ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്ക് ഒരു കട്ടൻ കാപ്പിയാ കൊടുക്കുന്നെങ്കിലും അതിനകത്തോട്ട് ഇങ്ങനെ സ്നേഹവും കൂടെ ചാലിച്ചിട്ട് കൊടുക്കും. അന്നേരം അത് ഭയങ്കര എഫക്റ്റീവായി.
കഴിഞ്ഞ ആഴ്ച ഞാൻ അമ്മമാർക്ക് തന്നെയാണ് സംസാരിച്ചത്. ഇന്ന് നമ്മുടെ സ്വഭാവം സംസാരിക്കാൻ. സ്തോത്രം. അപ്പോ സ്നേഹം ഭർത്താക്കന്മാർക്ക് സ്നേഹം വരുന്ന എതിരെ കൂടിയാ? ആർക്കും അറിയത്തില്ല. സ്റ്റൊമക്കിൽ കൂടെയാ, അറിയാമോ? പുരുഷന്മാർക്ക് സ്നേഹം വരുന്ന എതിരെ കൂടിയാ? സ്റ്റൊമക്കിൽ കൂടെയാ. പക്ഷെ സ്ത്രീകൾക്ക് സ്നേഹം വരുന്ന എതിരെ കൂടെയാ? സ്നേഹത്തിലൂടെ. അയ്യോ, ഹാർട്ടിൽ കൂടെ. എത്ര ചിക്കൻ 65 വെച്ച് കൊടുത്താലും ഹൃദയത്തെ ടച്ച് ചെയ്തില്ല അവർക്ക് പറ്റത്തില്ല. അതേസമയം പുരുഷന് എന്ത് നമ്മൾ വാചകം അടിച്ചിരുന്നാലും പോയി ചായ ഉണ്ടാക്കിയിട്ട് വരട്ടെ എന്ന് പറയും. നീ പറഞ്ഞത് മതി, കുറെ നേരമായി പറയാൻ തുടങ്ങിയിട്ട് നിർത്തിയിട്ട് പോയി ചായ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വല്ലതും കഴിക്കാൻ കൊണ്ടുവരാൻ പറയും. ശരിയല്ലേ? അയ്യോ, കോട്ടയത്തുള്ളവരേ ഉള്ളൂ അങ്ങനെ. പൊതുവെ മനഃശാസ്ത്രം പറയുന്ന അങ്ങനെയാ. ആണോ? എത്ര വാചകം അടിച്ചിരുന്നാലും അതൊന്നും എഫക്റ്റീവ് ആകത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതും ഇവിടെ ഞാൻ പറയാൻ വന്ന ഈ വാക്യം എടുക്കാൻ കാരണം ഇതാണ്. ഒരു സ്ത്രീക്കാണ് എന്ത് മനസ്സിലാകുന്നത്? പോരായ്മ മനസ്സിലാകും. ഞാൻ വളരെ സ്ലോയിലാ പറയും. പോരായ്മകളെ കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇല്ലായ്മകളെ തിരിച്ചറിയാൻ പറ്റുന്നത്, പോരായ്മകളെ തിരിച്ചറിയാൻ പറ്റുന്നത്, അവസ്ഥകളെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആർക്കായിരിക്കും? സ്ത്രീക്കാണ്. മനുഷ്യർക്ക് വീഞ്ഞില്ലെങ്കിൽ നമുക്കെന്താ എന്ന് വേണമെങ്കിൽ മറിയക്ക് ചിന്തിക്കായിരുന്നു അല്ലേ? ആ വീട്ടിൽ വീഞ്ഞില്ലെങ്കിൽ മറിയക്ക് എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? പക്ഷേ കർത്താവ് അവളെ ഒന്ന് ഉറച്ചു നോക്കി. നിനക്ക് എന്താ, എനിക്കും നിനക്ക് തമ്മിൽ എന്താ എന്ന് ചോദിച്ചിട്ട് പോലും ബാല്യക്കാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. മെനക്കെടാൻ പറ്റുന്നത് ആർക്കാ? സ്ത്രീക്കാണ്. മുഷിഞ്ഞ് നിൽക്കാൻ പറ്റുന്നതും ആർക്കാണ്? സ്ത്രീക്കാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തെ കുറിച്ചായിരുന്നു പറയാം. സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തെ കുറിച്ച്. ഒരു ഹസ്ബൻഡ് ആൻഡ് നമുക്ക് നല്ലൊരു മാരിറ്റൽ ലൈഫ് നയിക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും? നമ്മൾ വഴക്കുണ്ടാക്കുന്ന എപ്പോഴാ? വഴക്കുണ്ടാക്കിയിട്ടില്ലാത്തവരാണോ? ആരും ഇതുവരെ വഴക്കുണ്ടാക്കാത്തൊരു പ്ലാറ്റ്ഫോമിൽ ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. ചിലർ പറയുന്നത് ഞാൻ എന്ത് കള്ളികളാന്ന് ഞാൻ ചിലപ്പം പറയാറുണ്ട്. ഇതുവരെ ഞങ്ങള് എന്നെ മോളേന്ന് വിളിച്ചിട്ടുള്ളതെന്ന്. ചുമ്മാ എങ്ങനെ എപ്പോഴും അങ്ങനെ പറയാൻ പറ്റും? നമ്മൾ രണ്ട് വീട്ടിൽ പക്ഷെ നമുക്കത് വഴക്കുണ്ടാക്കാതെ എന്ന് പറഞ്ഞാൽ തല്ലുകൂടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. കോൺഫ്ലിക്റ്റ്, അഭിപ്രായങ്ങളിൽ ഡിസ്പാരിറ്റി, നമ്മളെ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് പൊരുത്തപ്പെട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. മാരിറ്റൽ ലൈഫിൽ അതുണ്ട് അല്ലേ? അങ്ങനെ ഞങ്ങൾ ഇന്നുവരെയും ഇല്ലെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം എപ്പോഴാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. നമ്മൾ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? നമുക്ക് ഫുൾഫിൽമെന്റ് ഇല്ലാത്തപ്പോഴാ അല്ലേ? ശരിയല്ലേ? സാക്ഷാത്കരിക്കപ്പെടാത്ത ആവശ്യങ്ങൾ നിമിത്തമാണ് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്. ശരിയല്ലേ? ആണോ? അപ്പൊ നമ്മളുടെ നീഡ്, ദൈവം മനുഷ്യർക്ക് കുറേ നീഡ് വെച്ചിട്ടുണ്ട്. അത് സോഷ്യലി, സ്പിരിച്വലി, ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി, ഇതെല്ലാം നീഡ്സ് ഉണ്ട്. അപ്പം പരസ്പരം നീഡ്സ് ഫുൾഫിൽ ചെയ്ത് പോവുകയാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം, നമ്മുടെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുവാണ് നമ്മുടെ പ്രശ്നം തീർന്നത്. പക്ഷെ പൂർത്തീകരിക്കപ്പെടാത്ത, സാക്ഷാത്കരിക്കപ്പെടാത്ത ആവശ്യങ്ങൾ നിമിത്തമാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? വഴക്കുണ്ടാക്കുക. അത് നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കിയില്ലേലും നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ശരിയല്ലേ? ആണോ? നമുക്കൊരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ ചിലപ്പോൾ എടുത്ത് പാത്രം നിലത്തിട്ട് കുത്തുമായിരിക്കും, പിള്ളേരെ പിടിച്ച് 2 അടി കൊടുക്കുമായിരിക്കും, ഉറുവറുക്കുമായിരിക്കും. ഇതൊക്കെ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന. എങ്ങനെയെങ്കിലും നമുക്കത് ബേൺ ഔട്ട് ചെയ്യണം. ശരിയല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അത് പഠിക്കണം. ഇപ്പൊ എന്താ എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുക നമ്മൾ, എന്നാലും വേണ്ടിയില്ല, നമ്മുടെ ആളുകൾക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാ.
അപ്പൊ കുടുംബജീവിതം വിജയകരമാക്കാൻ ഏറ്റവും വേണ്ടിയ 2 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? സ്വയം മനസ്സിലാക്കുക. പിന്നെ എന്ത് ചെയ്യണം? പങ്കാളിയെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് വേണം, മ്യൂച്വൽ അവയർനെസ് വേണം. പരസ്പരം നമ്മൾ അറിയണം, നമ്മളെ തന്നെ നമ്മൾ അറിയണം. നമ്മളെ എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ പറയും, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയാം മനുഷ്യനെ. നിങ്ങൾ മനുഷ്യനെ എന്ന് വിളിക്കത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വിളിക്കാറ്. എനിക്ക് നിങ്ങൾ ആദ്യം നല്ലതാക്കി വിളിക്കും, പക്ഷെ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ മനുഷ്യനാണെന്ന് അറിഞ്ഞാലും മനുഷ്യനെ എന്ന് വിളിക്കുന്നവരുണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോയുടെ പകുതി എനിക്ക് കാണാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ല. എന്റെ കാഴ്ചക്കുറവാണോ എന്താണോ ഗ്ലൂക്കോമിയ ബാധിച്ചതാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിത പങ്കാളിയെ ഒരുപക്ഷെ മിനി ആണോ, ബിജു ആണോ, ജിജി ആണോ ഒക്കെ അവര് പറയും. പക്ഷേ ഈ ഇവരാരാണെന്ന് അറിയണമെങ്കിൽ അതിന് ടൈം എടുക്കും. ഈ ദാമ്പത്യ ബന്ധം എന്ന് പറഞ്ഞാല് മനസ്സിലാകാത്ത ഒരു സംഭവം, ഒരു മിസ്റ്ററിയാണ്, ഒരു നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ് മാരിഡ് റിലേഷൻഷിപ്പ്. ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഡിസ്പ്ലേ ആയിട്ട് ഭൂമിയിൽ വെച്ചിരിക്കുക. ചിലപ്പോ തോന്നിയിട്ടുണ്ട്, ദൈവമേ യേശുവിന് ഇത്ര സ്നേഹം എന്നോടുണ്ടോ? ചിലപ്പോ മനുഷ്യന്റെ സ്വഭാവം നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? ഇത്ര നല്ല സ്വഭാവമാണോ എന്ന് നമ്മൾ ചിലപ്പോൾ വണ്ടർ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെയാണ് എനിക്ക് കിട്ടിയത്. ചിലപ്പോ തോന്നി, അയ്യോ ഇതിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോന്ന്. കാരണം പിടിഞ്ഞ് ഒരുപാട് നാള് കൂടെ താമസിച്ചെന്ന് പറഞ്ഞാലും ടു നോ, അവസാന പൗലോസ് പറയുന്നത് അവനെ അറിയുവാൻ, അല്ലെ? ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ് ആണ്. ഒരു മനുഷ്യനെ അറിയും, ഒരുപാട് നാള് കൂടെ താമസിച്ചിട്ട് നമ്മൾ 365 ടൈപ്പ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. ശരിയല്ലേ? ഒരേപോലെ ചായ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് 10 ദിവസം തികച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് വരെയുള്ള ജീവിതത്തിൽ. കാരണം നമുക്കറിയില്ല എന്താണ് ടേസ്റ്റ്, എന്താണ് ഇഷ്ടങ്ങൾ, എന്താണെന്ന് അറിഞ്ഞ് ചെയ്യാൻ നമ്മൾ ടൈം എടുക്കുന്നില്ല. ഈ ഈ ഈ മാരിഡ് റിലേഷൻ അല്ലെങ്കിൽ സെക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കല്യാണം കഴിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. പക്ഷേ ഇതൊരു സോളിന്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്ത്? സെക്സ് ഈസ് എ സോൾ ആക്ട് എന്ന്, ഒരു ഫിസിക്കൽ ആക്ട് അല്ല. ഇറ്റ്സ് എ ബ്ലെൻഡിങ് ഓഫ് മൈൻഡ്. അപ്പം അതിനൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു വന്നത്, ജീവിത പങ്കാളിയെ നമുക്ക് ഒരുപക്ഷെ പേരറിയായിരിക്കും, വീടറിയായിരിക്കും, നാടറിയായിരിക്കും, വീട്ടുകാരെ. പക്ഷെ ഇവൻ ആരാ, ഇവൾ ആരാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അത് അങ്ങനെ അടിസ്ഥാനപരമായിട്ട് വിവാഹം എന്ന് പറയുന്നത് തന്നെ മനസ്സിന്റെ ഐക്യമാണ്, ശരീരത്തിന്റെ ഐക്യതയല്ല. 2 ശരീരങ്ങൾ ചേരുന്നതല്ല യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറയുന്നത് മനസ്സുകളുടെ ബ്ലെൻഡിങ് ആണ്. ഓക്കെ, അപ്പം നമ്മള് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. പൊരുത്തക്കേടുകൾ, മനസ്സുകൾ തമ്മിലുള്ള എന്താണ് ഒരു പക്ഷേ ശരീരം തമ്മിൽ പൊരുത്തപ്പെടാൻ വളരെ ഈസി ആയിരിക്കാം, പക്ഷെ മനസ്സ് തമ്മിൽ പൊരുത്തപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇതൊരു പ്രീ മാരേജ് കൗൺസിലിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. അത് അവിടെ നിർത്തിയായിരുന്നു. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നത്. ഇനിയിപ്പോ എന്നാ ചെയ്യാനാന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകളാണ് കൂടുതലും. അതുകൊണ്ട് നമുക്ക് പറയാലോ, വ്യത്യസ്തമായ പ്രകൃതിയിലുള്ള 2 ആളുകൾ തമ്മിലുള്ള ഒരുമിക്കലാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഈ പട്ടി അല്ലെങ്കിൽ നമ്മളിവിടെ നാട്ടിൽ എന്നാ പറയുന്നത്, ഡോഗ് കുരയ്ക്കുന്നത് സ്വാഭാവികം. പക്ഷെ എന്നും അത് എന്താണ്, ഒരു ദിവസം ഈ കൃത്യസമയത്ത് പട്ടി കൂട്ടിക്കയറുന്നത് എന്തുകൊണ്ടാ? അതിനെ ശീലിപ്പിക്കുന്നതുകൊണ്ടാ. ശരിയല്ലേ? ഈ നമ്മളിങ്ങനെ മണിയടിച്ച ശരിക്കും ഫുഡ് കൊണ്ട് കൊടുക്കാതെ തന്നെ ചില പട്ടി മണിയടിക്കുമ്പോഴേ കൂട്ടിക്കയറും. കാരണം എന്താണ്? അതതിനെ പരിശീലിപ്പിക്കുന്നത് കൊണ്ടാ. അപ്പോ പെൺകുട്ടികളുടെ കൂടെ വളരുന്ന ആൺകുട്ടികൾക്ക് ചിലപ്പോൾ ആൺകുട്ടിയുടെ സ്വഭാവമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ശരിക്കും ഈ
കുട്ടികളെ നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത പങ്കാളിയുടെ സാഹചര്യങ്ങള്, അവരുടെ കുടുംബ പശ്ചാത്തലങ്ങള്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ടൈം എടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരാനായിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് സെൽഫ് അവെയർനെസ്. ഞാൻ ആരാ, ഹൂ ആമായി, എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ അറിയാൻ. ഇത് നമ്മൾ ആരാന്ന് ഇന്നു വരെ നമുക്ക് അറിയത്തില്ല. എനിക്ക് ഇന്ന പോരായ്മകളുണ്ട്, എനിക്ക് ഇന്ന ഇഷ്ടങ്ങൾ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ എനിക്ക് നല്ലത് ഏതാ, ഹുവാമായി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പെർഫെക്റ്റ്, എന്ത് മിടുക്കരാകും അല്ലെ. ഭയങ്കര ദേഷ്യം എനിക്ക്, അയാളെ കാണുമ്പോ കൊല്ലു പിടിക്കാൻ തോന്നും. ഇതാണ് എന്റെ പ്രോബ്ലം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അയാൾ വരുമ്പോഴത്തേക്ക് വെള്ളം വായിലിട്ടോണ്ട് നിന്നാ മതി. പല്ലും കടിക്കത്തില്ല, ദേഷ്യവും വരത്തില്ല. ശരിയല്ലേ? എന്റെ അടുത്ത് കൗൺസിലിംഗിന് വന്ന ഒരു ലേഡി പറഞ്ഞതാണ്, വിശ്വാസിയൊന്നുമല്ല കേട്ടോ, എനിക്ക് ആ മനുഷ്യനെ മൂന്ത കാണുമ്പോൾ രണ്ട് പറയാൻ തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അവർ വിശ്വാസിയൊന്നുമല്ല കേട്ടോ, ഈ ബൈബിൾ ഒന്നും പറഞ്ഞു കൊടുത്ത് അവർക്ക് എറിക്കത്തില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും സിസ്റ്ററെ, നിങ്ങൾ അച്ചായം വരുന്ന സമയത്ത് അവിടുന്ന് കാണുമ്പോഴേ, കാരണം അതിലൊരു നല്ലൊരു ഡ്രിങ്കറാണ്, ഭയങ്കരമായിട്ട് കുടിച്ചിട്ടാ വരുന്നത്. അപ്പം ഒരു സൗകര്യവും ഇല്ല, അതുകൊണ്ട് പറയാൻ രണ്ടു വർത്താനം പറഞ്ഞാലേ ഉള്ളൂ പുള്ളിക്കാരിക്ക് ഒരു നോർമാലിറ്റി ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്ന് വരുന്ന അങ്ങ് ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അല്ലെ രണ്ട് കിട്ടും പുള്ളിക്കാരിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ സ്ലോലി അവർ മിണ്ടാതായപ്പോ ആ വീട് സമാധാനമായി, പ്രശ്നത്തിൽ. നിങ്ങൾ കുടിച്ചിട്ട് നശിപ്പിക്കുമല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവര് പദം പറയുമ്പോൾ അയാൾ പിന്നെ ഇരട്ടി കുടിക്കുക. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ജീവിത പങ്കാളിനെ നമ്മൾ അറിയുക എന്ന് പറയുന്നത് ഏറ്റവും, നമ്മളെ അറിയണം, നമ്മുടെ ദേഷ്യം, നമ്മുടെ മുൻകോപം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബലഹീനതകൾ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയുക. അപ്പം നമ്മളുടെ വീക്ക്നെസ്സിനെ കുറച്ചോണ്ടും വരണം, സ്ട്രെങ്തിനെ എന്ത് ചെയ്യണം, കൂട്ടിക്കൊണ്ട് വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ബാലൻസ്ഡ് ആകാൻ പറ്റും. ഓക്കെ. അപ്പം എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതം, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താ, അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ അവൾക്ക് എന്താണ് ഇഷ്ടം, ഇഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യാൻ പറ്റുക. പല മാതാപിതാക്കളും ഇപ്പോഴത്തെ കാലത്ത്, ഈ ന്യൂജൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ മക്കളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. ചൈൽഡ് കൺട്രോൾഡ് ഫാമിലീസ് ആണ് മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ്. അപ്പം മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വേണം മക്കളെ വളർത്താൻ, മക്കളുടെ ഇഷ്ടത്തിനല്ല. ചൈൽഡ് സെന്റേർഡ് ഫാമിലീസ് ആയതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. കാരണം കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കണം. ആ ഒരു ചിന്തയിലേക്ക് ഏത് പേരൻസിനോടെ പാകം പിടിച്ചു പറയുക, നിങ്ങളുടെ മക്കൾ ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒരു അഡിക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നം കൊണ്ടല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം 8 വയസ്സിനും 12 വയസ്സിനും അല്ലെങ്കിൽ 14 വയസ്സിനും ഇടയിൽ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അരക്ഷിതാവസ്ഥ, പരസ്പരം പോരടിക്കുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ എന്താണ് ഏകാന്തത ഫീൽ ചെയ്യുന്ന കുട്ടികൾ, അവരിലൊക്കെയാണ് ഈ ആസക്തികൾ ജനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച അതൊക്കെ പറഞ്ഞതാ. ഞാൻ അതിന് മനഃശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. സമയമുണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് പോവാം. ഓക്കെ. അപ്പം എന്താണ് ഒരു സ്ത്രീയുടെ നീഡ്, എന്താണ് ഒരു പുരുഷന്റെ നീഡ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ഇന്നോട്ട് വഴക്കില്ലാതെ എത്ര സമാധാനമായിട്ട് നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് എന്താണ് അഫെക്ഷനേറ്റ് ലവ് ആണ്. ഒരു വാംത്, ഒരു ഫീൽ ചെയ്യണം. അത് ഒരു ടോക്ക് മതി, ഒരു സോഫ്റ്റ് ടച്ച് മതി, ഒരു ഗിഫ്റ്റ് കൊടുത്താൽ മതി. ഒരു സ്ത്രീ ഒരുമാതിരി ഒരു ദിവസം 12 മൈൽ, ജോലിക്ക് പോകാത്ത നേഴ്സുമാരാണെങ്കിൽ 12 അല്ല, അവർ 24 മൈൽ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു സാധാരണ ഒരു സ്ത്രീ ഒരു വീട്ടിൽ എത്ര മൈൽ നടക്കുന്നുണ്ട്? 12 മൈൽ നടക്കുന്നുണ്ട് ഒരു നോർമൽ ലേഡി. പിന്നെ കാല് മുട്ടുവേനെ പിടിച്ച് വയസ്സിൽ എന്നിട്ടിരിക്കുന്ന ആളുടെ കാര്യം ഉദ്ദേശിച്ച് നിങ്ങൾ പറയും. ഒരു സാധാരണ ഒരു വീട്ടമ്മ എത്ര മൈൽ നടക്കുന്നുണ്ട്? അപ്പൊ എല്ലാവർക്കും മുട്ടുവേനയല്ലേ? ആണോ? മുട്ടുമാറ്റി വെക്കലിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവർക്കും ഇപ്പൊ മുട്ടിന് വേദനയാ. അപ്പൊ നിങ്ങൾ വിചാരിച്ച് അത് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഒരു ഡ്യൂട്ടിക്കും പോകാത്ത, ജോലിക്ക് പോകാത്ത ഒരു സ്ത്രീ എത്ര മൈൽ നടക്കുന്നുണ്ട്? 12 മൈൽ നടക്കും. പക്ഷേ ഒരു ഒരു സോഫ്റ്റ് ടച്ച്, ഒരു തലോടിൽ, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് അവൾ 24 മൈൽ നടക്കാൻ റെഡി. 12 മണിക്കൂറിന് 24 മണിക്കൂറും അവൾ ജോലി ചെയ്യാൻ റെഡി ആയിരിക്കും.
ഓ എന്റെ മോളെ നീ ഇത്രയും ജോലി ചെയ്തോ ചേച്ചി, ഇത്ര നേരം നീ എന്തുവായിരുന്നു, ഇങ്ങനെ നിനക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 100 നിൽക്കും. അതാണ് സ്ത്രീകളുടെ ഒരു നീഡാണ്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കേണ്ട, ഞാൻ സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ട് സ്ത്രീ മനഃശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ട് പുരുഷ മനഃശാസ്ത്രത്തെ കുറിച്ച് പറയുന്നതാണ് കുറച്ചുപേർ. അപ്പം ഇത് നേരെ അന്നേരം തന്നെ പറയുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിൽ ഞാൻ സ്ത്രീകൾക്കാണല്ലോ എപ്പോഴും പ്രയോറിറ്റി കൂടുതൽ. എവിടെ ക്യൂ നിന്നാലും സ്ത്രീകളുടെ ക്യൂലാണ്. അതുകൊണ്ട് ഓക്കെ. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീ എപ്പോഴും നാരോ മൈൻഡഡ് ആണ്. എങ്ങനെയാണ്? പൊതുവെ എന്താണ്, അവർക്ക് ഇടുങ്ങിയ മനസ്ഥിതിയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന് ആദ്യം നമുക്ക് വേറെ പോകാന്ന് പറയുന്ന പുരുഷനാണോ സ്ത്രീയാണോ? പക്ഷെ നമ്മളിങ്ങനെ ഈ വീട്ടിൽ അത്രയും നാൾ നിന്നിട്ട് നമുക്കൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് വേറെ പോകാന്ന് പറയുന്ന ആരാ? പൊതുവെ സ്ത്രീയാണ്. ശരിയല്ലേ? ആ മനുഷ്യ ബോധമുള്ളവനെ പറയും, എടീ അങ്ങനെ നമുക്ക് പോകാൻ പറ്റുമോ? അമ്മ നീക്കുന്ന പ്രായ അപ്പനും അമ്മയും പെങ്ങന്മാരെ കെട്ടിക്കാൻ നിൽക്കുന്ന, അങ്ങനെ നമുക്ക് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും വിവരമുള്ള ചെറുക്കനാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. പെഞ്ചല് കേൾക്കുന്ന പെരുവഴിയെന്ന് കേട്ടിട്ടില്ലേ? ഉത്തരവാദിത്വരഹിതമായിട്ട് ജീവിക്കുന്ന ചെറുക്കന്മാരാണെങ്കിൽ അത് സ്ത്രീ പൊതുവെ അത് കൊച്ചും പറഞ്ഞു കൊടുക്കണം, മോളെ ഇടി അങ്ങനെയല്ല, പ്രായമായി പെങ്ങന്മാര് നിൽക്കുന്ന ഇത് നമുക്ക് ഇവരുടെയും കൂടി ഉത്തരവാദിത്വം. സ്ത്രീകൾ പൊതുവെ എന്താണ്, എന്റെ കാപ്പിക്കലം കരിഞ്ഞ കാര്യം, എന്റെ കൊച്ചിന്റെ നിക്കറെ ചെളി പറ്റിയ കാര്യം ഒക്കെയാണ് അവർക്ക് ചിന്തകള്. അപ്പൊ പൊതുവെ എന്താണ്, അവർക്കൊരു ഇടുങ്ങിയ മനസ്സിൽ അവർക്ക് അത്രേ ഉള്ളൂ ചിന്തിക്കാൻ പറ്റുള്ളൂ. അവരെപ്പോഴും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും, വ്യക്തി കേന്ദ്രമായിരിക്കും. പക്ഷെ പുരുഷൻ എപ്പോഴും എന്താണ്, കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡഡ് ആയിരിക്കും. അവന് വീട് വെക്കണം, കാറ് മേടിക്കണം, പിന്നെ എന്താണ് വസ്തു മേടിക്കണം എന്നൊക്കെയുള്ളതായിരിക്കും ചിന്ത. നമുക്ക് നമ്മുടെ ഉടുപ്പ ചെളി പറ്റിയ കാര്യവും നമ്മുടെ ജീവിതം, നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയാൽ തന്നെ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ കണ്ടായിരുന്നോ പെങ്കൊച്ചിന്റെ ഒരുക്കം, സാരി കണ്ടായിരുന്നോ? അയാൾ അതൊന്നും കണ്ടു കാണിയാൽ അയാൾ കണ്ടു കാണാം, ഈവന്റ് മാനേജ്മെന്റ് നോക്കി കാണും, അല്ലെങ്കിൽ എവിടെ സെറ്റപ്പ്. സ്ത്രീകൾക്ക് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൊച്ചിന് പാല് കൊടുക്കാൻ പറ്റും, അന്നേരത്ത് തീ ഉന്താൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ള വർത്താനം പറയാൻ പറ്റും. ഇപ്പൊ പുരുഷൻ അതൊന്നും പറ്റത്തില്ല. പുരുഷൻ അറ്റ് എ ടൈം ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് അവനെ കുറിച്ചുള്ളതായ ഒരു അവയർനെസ്. അദ്ദേഹം നമ്മുടെ ബർത്ത്ഡേ ഒന്നും ഓർത്തു കാണത്തില്ല. അതേസമയം അമ്മയുടെ ഓർക്കും, പെങ്ങടെ ഓർക്കും, നാട്ടുകാരെ എല്ലാം ചിലപ്പോൾ ഓർത്തുനിന്നിരിക്കും. പക്ഷെ നമ്മൾ കല്യാണം കഴിച്ച് എന്നാന്ന് പോലും നമ്മൾ ഓർപ്പിക്കണം. അതിനൊക്കെയല്ലേ നമ്മൾ മോന്ത വീർപ്പിക്കുന്നത്. അതിനാണ് നമ്മൾ ചോദിച്ചു മേടിക്കണം. ഇന്ന് ഞാൻ ബെഡ് വിരിച്ചത് എങ്ങനെയുണ്ട്, ഇന്നത്തെ കറി കൊള്ളാമോ? ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം നമ്മുടെ കൂടെയുണ്ട്, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് കുറച്ചും കൂടി സാമൂഹ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലായിരിക്കും കുറച്ചുകൂടി ഫോക്കസ്. എല്ലാവരുടെയും മുഖം അങ്ങ് താന്ന്, ഇത്രയും നാളെ ഞാൻ വഴക്കുണ്ടാക്കിയത് വെറുതെ ആയി പോയെന്ന് ഇപ്പൊ തോന്നി തുടങ്ങിയല്ലേ? ഓക്കെ, സാരമില്ല, അടുത്ത ദിവസം തൊട്ട് ചോദിച്ചാൽ മതി. അപ്പം ഞാൻ പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് സ്പിരിച്വലാണ്. പുരുഷൻ പക്ഷേ ഞാൻ ഇങ്ങനെ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറയാം, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് ഒരുപാട് സ്പിരിച്വൽ, ആത്മീയയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന എത്ര പുരുഷൻ, നിങ്ങളൊരു സൂം മീറ്റിംഗ് എടുത്ത് നോക്കിയേ, മജോറിറ്റി എപ്പോഴും ആരാണ്? അമ്പലത്തിൽ പോകുന്നവരെ നോക്കിക്കേ. മുസ്ലിങ്ങളാണ് പിന്നെ അവർ പള്ളി കയറ്റിയില്ലാഞ്ഞിട്ട്, എന്നാലും അവർക്ക് ഇപ്പം സെപ്പറേറ്റ് പള്ളിയുണ്ട്, എന്നാലും അവർ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന അവരാ, അല്ലേ? അപ്പൊ സ്ത്രീക്കാണ് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. പെടക്കോഴിയാണോ പൊരുന്നക്കോഴിയാണോ അടയിരിക്കുന്നേ? അതാ ചില അമ്മമാര് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കൊച്ചുങ്ങൾക്ക് നേരത്തെ കഞ്ഞി പോലും കുടിക്കുക. അവരങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർ ഉറങ്ങിക്കഴിഞ്ഞാലും പ്രാർത്ഥന നിർത്തത്തില്ല. അപ്പൊ സുബോധം വേണമെന്ന് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സ്ത്രീ പൊതുവെ എന്താണ്, ആത്മീയാണ്. ഞാൻ ചോദിക്കട്ടെ, സൂം മീറ്റിംഗ് കയറാതിരിക്കുമ്പോഴല്ലേ വീട്ടിൽ വഴക്കുണ്ടാകുന്നത്? പക്ഷേ നിങ്ങൾക്കുള്ള പണിയെല്ലാം ഞാൻ ചെയ്തു തന്നിട്ട് എന്നെ ഇതിനകത്തുനിന്ന് ഉപവാസപ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്നിട്ടല്ലേ വഴക്കുണ്ടാക്കുന്നേ? പള്ളി സമയത്ത് പോകാത്തതിന്റെ പേരിലാണ് നമ്മൾ കൂടുതലും വഴക്കുണ്ടാക്കുന്നത്. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എത്ര പള്ളി പോയാലും ചെറുക്കനാണെങ്കിലും ഭാര്യ പള്ളി പോകുന്ന പെണ്ണിനെ ഇഷ്ടം കേട്ടോ. കാരണം വീട്ടിലോട് കയറി വരുമ്പോഴേ ഭർത്താവ് ചോദിക്കുന്ന എന്താണ്, പൊതുവെ സാധാരണക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് മേളിൽ നിൽക്കുന്ന ആളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പൊതുവെ ആണുങ്ങൾ വന്നിട്ട് ചോദിക്കേണ്ടി പ്രാർത്ഥന കഴിഞ്ഞോടി എന്നല്ലേ ചോദിക്കുന്നത്. ഹലോ, കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പൊതുവെ സ്ത്രീകളാണ് എന്ത്
മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ സ്ത്രീ എന്ന് പറയാൻ, അതുകൊണ്ട് തന്നെയല്ലേ കർത്താവ് പറഞ്ഞ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ ആരെ ചൊല്ലി കരയണം? നിങ്ങളെ ചൊല്ലി കരയണം, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയണം. കാരണം വ്യക്തി ചിന്ത കൂടുതലും ആർക്കാണ്? സ്ത്രീകൾക്കാണ്. പിന്നെ സ്ത്രീകൾക്കാണ് ഇൻറ്റ്യൂഷൻ ഉള്ളത്, കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ പറ്റും. അപ്പൊ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയണേ, ഇപ്പോ പള്ളി ഒരു വ്യക്തി വന്ന്, പള്ളിയിലെ ഒരു ഉപദേശിയുടെ ഭാര്യയാണെന്ന് വിചാരിച്ചു, അവര് സാക്ഷിയൊക്കെ പറഞ്ഞു, ഒരു വ്യക്തി വന്ന് ഭാഷയൊക്കെ പറഞ്ഞു, ആദ്യമേ പറയുന്ന ആരായിരിക്കും? ഭാഷയുടെ ഭാര്യ ആയിരിക്കും പറയുന്നത്. വെച്ചാൽ അവർ വലിയ സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് പോയി, പക്ഷെ അവർ അത്ര ശരിയാണോ എന്ന് തോന്നുന്നില്ലെന്ന് പറയുന്ന ആരായിരിക്കും? അല്ലെ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നു, ആ വ്യക്തിയെ കുറിച്ച് ആദ്യം ഒരു ഔട്ട്ലുക്ക് കിട്ടുന്ന ആർക്കാ? സ്ത്രീക്കാണ് പൊതുവെ. കാരണം സ്ത്രീക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. നോക്കൂ, സാറായാണ് പറയുന്നത് ദാസിയ മകനെ നീക്കിക്കളകാന്ന് പറയുന്നത്. അപ്പൊ കർത്താവ്, ദൈവം പറയുന്നുണ്ട് സാറ പറഞ്ഞതിലും കാര്യമുണ്ടെന്നാണ് ദൈവം പറയുന്നത്, അല്ലെ അത് പാരയാകുന്ന പറഞ്ഞത്. പിന്നെ സേരസ് ആണ് പറയുന്നത് ഹാമാനോട്, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കുകയും. പീലാത്തോസിന്റെ ഭാര്യയാണ് എഴുത്തു കൊടുത്തു വിടുന്നത്, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. അപ്പോൾ സ്ത്രീ പുതിയ നിയമത്തിലേക്ക് വന്നാലും എലിസബത്തിന്റെയും മറിയുടെയും ആ പ്രഗ്നൻസിയെ സംബന്ധിച്ച് അവർ സംസാരിക്കുന്ന സംസാരം സ്ത്രീകൾക്കാണ് പെട്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുകൊണ്ടാണ് ഭാര്യയും കോംപ്ലിമെന്റ് ആയിട്ട് നിൽക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചാടിക്കേറി ഒന്നും പറഞ്ഞേക്കില്ല, പക്ഷെ ഇങ്ങനെ ഒരു തോന്നൽ, ഇൻറ്റ്യൂഷൻ കിട്ടുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്ത്രീകൾ ഭയങ്കര ഇമോഷണലാണ്. കാരണം ഇപ്പൊ ഒരു കൊച്ചുങ്ങൾ ഇല്ലാത്ത ഒരു ദമ്പതികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൊച്ചുങ്ങൾ വേണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ആരായിരിക്കും? വൈഫായിരിക്കും. മാതൃദാഹം അവൾക്കാണ്. അതുതന്നെ നോക്കിക്ക്, എന്താണ് റാഹേൽ പറയുന്നുണ്ട്, റിബേക്ക പറയുന്നുണ്ട്, എന്ത്, നീ എനിക്ക് യാക്കോബിനോട് പറയുവാണ്, നീ എനിക്ക് മക്കളെ തന്നില്ലേ, ഞാനിപ്പോ എന്ത് ചെയ്യും? മരിക്കൂന്നാണ്, അവൾ ആത്മഹത്യ ചെയ്യുന്ന പറയുന്നത്. അപ്പോഴാണ് യാക്കോബ് ചോദിക്കുന്നത്, ഞാനാണോ മക്കളെ തരുന്നത്? ഇപ്പൊ സ്ത്രീയുടെ ഒരു അടങ്ങാത്തൊരു ആഗ്രഹമാണ്. അപ്പൊ അത് അവളുടെ ഒരു ഇമോഷണൽ, അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദാഹമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്താണ്, പുരുഷൻ എപ്പോഴും എന്താണ്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഹെഡ് കൊണ്ട് ചിന്തിക്കും. സ്ത്രീ എപ്പോഴും ഹാർട്ട് കൊണ്ടാണ് ചിന്തിക്കുന്നത്. അത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇനി സ്ത്രീ പൊതുവെ പൊസസീവാണ്. പൊസസീവ്നെസ് കൂടുതൽ ആർക്കാണ്? സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ എപ്പോഴും സ്ത്രീ എങ്ങനെ ആയിരിക്കണം? ഒരു ഊഷ്മളയായ ഒരു ഫ്രണ്ട് ആയിരിക്കണം. അതായത് പുരുഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഭർത്താവിന് ഒരു സ്ത്രീയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറയൂ? റെസ്പെക്റ്റ് ആണ്. എന്താണ് റെസ്പെക്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കേ. റെസ്പെക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കേ. റീസ്പെക്ട്, അല്ലേ? റീസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ കണ്ണാടി വെച്ചേക്കുന്നത്? സ്പെക്ട് എന്ന് പറഞ്ഞാൽ, സ്പെക്സ് എന്ന് പറഞ്ഞാൽ കണ്ണാടിയാ. എന്തിനാ നമ്മൾ കണ്ണാടി വെച്ചേക്കുന്നത്? ഞാനിപ്പോ ഇങ്ങോട്ട് ഊരി നോക്കി കഴിഞ്ഞാൽ എനിക്കൊരു വേഗമായിട്ട് കാണുന്നത് എനിക്ക് ക്ലിയർ അല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കണ്ണാടി വെച്ച് നോക്കും. അപ്പൊ എനിക്ക് ശരിക്കും കാണാം. അപ്പൊ ഒന്ന് രണ്ടാം വട്ടം കാണാനാ. ശരിയല്ലേ? അപ്പൊ റെസ്പെക്ട്, നമ്മൾ എന്താണ് അവളുടെ കണ്ണ് കുഴിഞ്ഞത്, എന്താണ് അവന്റെ കവിളൊട്ടിയത് എന്നൊന്ന് കാണാനുള്ള ഒരു, നമ്മളറിയില്ലേ, നമ്മുടെ അമ്മച്ചിമാരൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രായം ചെന്നാലും കട്ടില് ബെഡ്രിഡനായിട്ട് കിടന്നാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകാറില്ലേ? എന്തിനാ പോകുന്നേ? അമ്മ മിണ്ടാതായിട്ട് 3 വർഷമായി. പക്ഷെ പോകുന്നത് എന്തുകൊണ്ടാ? അത് പോയേച്ച് വരുമ്പോൾ ഭയങ്കര സായുജ്യമാണ്, അല്ലേ? അപ്പൊ
അത് ആ ഒരു ബഹുമാനം എന്ന് പറയുന്നത് ഒരാളുടെ കഴിവ് കൊണ്ടാകാം, ചിലപ്പോൾ അയാൾ നമ്മൾ ചെയ്ത് കാണിച്ച കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്താണ് ആ വാല്യൂ ആകാം. ഇതൊക്കെ നമ്മൾ കണക്കെടുത്ത് നമ്മൾ ടീച്ചേഴ്സിനെ പേരൻസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഒരു പുരുഷൻ എന്ന് പറയുന്നത് അവൻ ഏറ്റവും ഒരു സ്ത്രീയിൽ നിന്ന് സ്വന്തം തുണയുടെ പ്രൈസ് ഏറ്റവും ആദ്യം, അത് കണ്ണു പൊഴിഞ്ഞാലും കവിളൊട്ടിയാലും പിന്നെ വരുമാനം ഇല്ലേലും ഹീസ് വർതി ടു റെസ്പെക്ട്, ഗെറ്റ് റെസ്പെക്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, അവൻ റെസ്പെക്റ്റിന് യോഗ്യനാണെന്ന് വചനം അനുശാസിക്കുക. പിന്നെ അക്സെപ്റ്റൻസ്, റെസ്പെക്ട് ആൻഡ് ലവ് ആൻഡ് അക്സെപ്റ്റൻസ് എവരി വൺ നീഡഡ്. അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക്, അതുപോലെ പുരുഷൻ അത് ഒരുപാട് അതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു പുരുഷൻ എന്ന് പറയുന്ന ഒരുപാട് വേൾഡ്ലി ആയിരിക്കും. അവന് 3 കാര്യം ഇമ്പോർട്ടന്റ് ആവും, 3-4 കാര്യം ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീയോടുള്ള ബന്ധത്തിൽ, അവന്റെ ഭാര്യയുള്ള ബന്ധത്തിൽ ബ്യൂട്ടി ഇമ്പോർട്ടന്റ് ആണ്, ഫുഡ് ഇമ്പോർട്ടന്റ് ആണ്, സെക്സ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ മാനേജിങ് എ ഫാമിലി. ഇത്രയും കാര്യം അവന് ഇമ്പോർട്ടന്റ് ആണ്. അതില്ലാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു വിവാഹം കഴിക്കുന്നതിലൂടെ, നമ്മളൊരു കുടുംബിനിയാകുന്നതോടെ, നമ്മൾ ഒരു ദാമ്പത്യ ബന്ധം നയിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും പുരുഷൻ എന്തൊരു സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാ ഭർത്താക്കന്മാർക്കും അവരുടെ ഭാര്യ സുന്ദരിയായിരിക്കണം എന്നാ. ഹലോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെ ഒന്നും നോക്കത്തില്ല, വേസ്റ്റ് ഡബ കിട്ടുന്ന മുഴുവൻ തിന്നും, എന്നിട്ട് വാതിൽ കിടക്കത്തില്ല. പിന്നെ വേസ്റ്റ് മുഴുവൻ ആരാ? കല്യാണം കഴിയുന്നതോടെ എല്ലാം തീർന്നു. അങ്ങനല്ല, ഇന്നത്തെ കാലത്ത് ഒരുപാട് നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു സ്ത്രീ വിവാഹിതയായാൽ അവൾ ഏറ്റവും സുന്ദരിയാകുന്നത് ആരുടെ മുന്നിലാ? സ്വന്തം ജീവിത പങ്കാളിയുടെ മുന്നിലാ. ശരിയല്ലേ? സാധാരണ സ്ത്രീകൾ എന്താണ്, സ്കൂളിൽ ആനിവേഴ്സറിക്ക് പോകുമ്പോഴും മാർക്കറ്റിൽ പോകുമ്പോൾ വല്ലവന്റെ കല്യാണത്തിന് പോകുമ്പോഴൊക്കെയാണ് ഏറ്റവും ഒരുങ്ങി പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ സ്വന്തം ഭർത്താവ് എത്ര ഒരു ബ്യൂട്ടി കോൺഷ്യസ്, അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് തന്റെ സ്വന്തം ഭാര്യ സുന്ദരിയായിരിക്കും. അതുകൊണ്ട് തന്നെ വചനം പറയുന്നത് എന്താണ്, നിന്റെ ഭാര്യ അതിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വാക്കിലും ഒക്കെ അവൾ വളരെ ഒരു സ്പിരിറ്റ് ആയിരിക്കണം. മക്കൾക്കും ഭർത്താവിനും ഒരു സ്പിരിറ്റ് ആയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പുരുഷൻ എപ്പോഴും എന്താണ്, വേൾഡ്ലി മാറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ. അവനൊരു റാഷണൽ മാൻ, യുക്തി കൊണ്ടായിരിക്കും, അല്ലെ ബുദ്ധി കൊണ്ടായിരിക്കും കാര്യങ്ങളെ വിലയിരുത്തുന്നത്. നമ്മളെപ്പോഴും എന്താണ്, ഇമോഷണലി ആയിരിക്കും സ്ത്രീകൾ പൊതുവെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ, പിന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാര്യ ഒരു റൊമാൻറ്റിക് ലവർ ആയിരിക്കും. റൊമാൻസ്, പ്രണയാതുരമായിട്ടുള്ള ഒരു ജീവിതം വേണം ലൈഫ് ലോങ്. അത് കെട്ടിപ്പിടിക്കുന്നതോ സെക്സ് ചെയ്യുന്നതോ അതൊന്നുമല്ല. അതൊരു ആ ഒരു റൊമാൻറ്റിക് ഒരു എന്താണ്, ജീവിത ശൈലി, ഒരു സ്നേഹത്തിന്റെ ഭാവം, അത് നമുക്ക് നിലനിർത്താൻ അത് ലൈഫ് ലോങ് വേണം. ഏത് മനുഷ്യന്റെ നീഡാണ് അത് ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്നാണ്. അപ്പം അതില്ലാത്ത ഒരു ജീവിതം ഡ്രൈ ആയിപ്പോവും. അപ്പൊ ജീവിതം ഡ്രൈ ആകാതെ നനവുള്ളതാക്കി നമുക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദാമ്പത്യ ജീവിതം. പല കുഞ്ഞുങ്ങൾക്കും ഇന്ന് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, കാരണം മാതാപിതാക്കളാണ്. കല്യാണം കഴിഞ്ഞിട്ട് അവർ സ്നേഹിക്കുന്ന അവരിൽ കണ്ടിട്ടില്ല, അന്ന് മുതൽ ഒരു വഴക്കാം. അപ്പൊ കല്യാണം കഴിക്കാതെ ജീവിക്കുവാണെങ്കിൽ എന്നും എന്ത് ചെയ്യാം, സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത, ഒരു ഫീഡ്ബാക്ക്. അല്ല, നമ്മൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവർ കാണുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ വെച്ച്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾ അവരുടെ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് അവർ ഹഗ് ചെയ്യാൻ പറ്റുമോ? ഉടനെ നിങ്ങൾ പറയും, പിള്ളേര് കാണും മനുഷ്യനെ, അങ്ങനല്ലേ? ഞാൻ ചോദിക്കട്ടെ, പിള്ളേരുടെ മുന്നിൽ വെച്ച് നല്ല വർത്താനം പറയുമ്പോൾ അത് കാണുന്നുണ്ടോ? പിള്ളേർ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത്, സ്നേഹം, ക്രിസ്ത്യൻ ലവ് ഇസ് ടു എക്സ്പ്രസ്, ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ, ഇറ്റ്സ് നോട്ട് സപ്രഷൻ. ക്രിസ്തു പിതാവായ ദൈവം മനുഷ്യനോടുള്ള സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു കാണിച്ചത്.
ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ, ഒരു ഹഗ് ചെയ്യുന്നതിലൂടെ, ഒന്ന് തൊടുന്നതിലൂടെ, ഒരു സംസാരത്തിലൂടെ ഒക്കെ നമ്മുടെ ജീവിതത്തെ വളരെ നനവുള്ളതായിട്ട്, വളരെ റോ ആയിട്ട് നിലനിർത്താനായിട്ട് പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും കുറച്ച് കാര്യങ്ങൾ കൂടെ സയന്റിഫിക് ആയിട്ട് പറയാനുണ്ട്. പക്ഷെ സമയം ഇങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകാൻ എന്ത് ചെയ്യണം? സ്നേഹമാകുന്ന എണ്ണ ബന്ധങ്ങളാകുന്ന പൽചക്രങ്ങളിൽ കൂടി ഇങ്ങനെ ഒഴുകണം. ബന്ധങ്ങൾ എപ്പോഴും പൽചക്രങ്ങളാ. ചിലപ്പോ മുറിക്കും, ചിലപ്പോ കുത്തി കയറും, അല്ലേ? നല്ല സ്മൂത്ത് ആയിട്ട് ഒഴുകുവോ? പോവോ? ഹലോ? ചിലപ്പോ അമ്മായിമ്മ മരുമക്കൾ പോര് കാണും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് പൊരുത്തപ്പെടായി വരും. ഇവിടെയൊക്കെ നമുക്ക് ഈ അതിന്റെ മൂർച്ച അല്ലെങ്കിൽ മുറിവേക്കാതെ കാത്തു സൂക്ഷിക്കുന്നത് എന്താണ്? സ്നേഹമാണ്, അല്ലേ? സ്നേഹമാകുന്ന എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പരിക്കേൽക്കും. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു എന്തല്ല, ഒരു ഇമോഷൻ അല്ല. അതിനേക്കാളുപരി അതൊരു ക്യാരക്ടറാണ്. അതൊക്കെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത്. നമ്മളുടെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ ആദ്യം ചോദിക്കുന്നത് എന്താ? നിന്റെ അപ്പൻ ആരാടാ? നിന്റെ വീട്ടുപേരേതാന്നല്ലേ ചോദിക്കുന്നേ? ആണോ? നീ ഏത് കുടുംബത്തിൽപ്പെട്ട ആളാന്നാ? അപ്പൊ അവർക്കറിയാൻ പറ്റും ഈ കുടുംബത്തിലുള്ള വ്യക്തി ഇങ്ങനെ എന്ത് ചെയ്യുവോ, ഇങ്ങനെ ചെയ്യത്തില്ലെന്നും ചെയ്യുവോ എന്നും ഒക്കെ അവർക്ക് ഒന്ന് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ ബന്ധങ്ങൾ എങ്ങനെയാ പോകുന്നത്? ഹിസ്കിയാവിനോട് ദൈവം അൾട്ടിമേറ്റ്ലി പറയുന്നത്, നീ എന്ത് ചെയ്യണം? നിന്റെ ഗ്രഹകാര്യം എന്ത് ചെയ്യണം? ക്രമത്തിലാക്കുക. ഒരുപാട് വിജയങ്ങളെല്ലാം നേടിയതാണ്. പക്ഷെ ഇപ്പോൾ നീ നേരിട്ടിരിക്കുന്ന പ്രശ്നത്തിന് നിനക്ക് വിജയം കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ ഗ്രഹകാര്യം, ഡൊമസ്റ്റിക് അഫേഴ്സ് ക്രമത്തിലാക്കാൻ. കർത്താവ് പോലും ശിഷ്യന്മാരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ആദ്യമേ എങ്ങോട്ട് പോണം? ഹലോ, എങ്ങോട്ട് പോണം? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആൾ. നമ്മൾ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ പോവുക, പക്ഷെ വീട്ടിലൊന്നുവരെ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സുവിശേഷം പറയരുതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. സുവിശേഷത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരുമാണ് ഇതിനകത്തിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഫസ്റ്റ് ഓഫ് ഓൾ ശിഷ്യരെ വിളിച്ചിട്ട് പറയുന്ന എന്താണ്? കാണാതെ പോയ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന് പറഞ്ഞാൽ, പള്ളിക്കകത്ത് കയറാൻ മേലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇസ്രായേൽ ഗൃഹത്തിൽ. വേശ്യമാരായിട്ടുള്ള, ചുങ്കക്കാരായിട്ടുള്ള, കുറവുകൾ, പരിമിതികളുള്ള, ലിമിറ്റേഷനുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ആദ്യം അവരെ സുഖമാക്കും. ഒറ്റവരെ സുഖമാക്കാനുള്ള ഹലോ, നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് സുഖമാക്കാൻ പറ്റും. ഒറ്റവരുമായിട്ടുള്ള ബന്ധത്തിൽ അവന്റെ മുഖത്ത് ഒരു ചിരി കാണാൻ, നമുക്ക് കൂടെ ജീവിക്കുന്നവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കാതെ നമ്മൾ ലോകം മുഴുവൻ സുവിശേഷീകരിച്ചിട്ട് എന്താ പ്രയോജനം? അമ്മയുടെ മുഖം എന്താ ഇങ്ങനെ വരണ്ടു പോകുന്നത് എന്ന് ചോദിക്കാൻ ഒരു മക്കളില്ലെങ്കിൽ പിന്നെ ആ ബന്ധത്തിന്റെ ആ ഒരു, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ നിന്റെ കണ്ണ് വീർത്തിരിക്കുന്നത്, നീ എന്തോ കരഞ്ഞോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കാതെ നമ്മൾ നാട്ടുകാരി ഒരുപാട് സമ്പാദിച്ചിട്ടുമൊക്കെ എന്താ പ്രയോജനം? ഞാൻ ചോദിക്കുന്നു. നമ്മൾ ആദ്യമേ നമ്മുടെ ബന്ധങ്ങളിലേക്ക് നമുക്ക് ഉറ്റ ബന്ധം, ആത്മബന്ധം, ഉറ്റ സംയോഗം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവ് പോലെ ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ലോകം എന്ത് ചെയ്യും? യേശുവിനെ അറിയും. ആ ഒരു ഉറ്റ ബന്ധം, ആത്മമിത്രം എന്നുള്ളതായ ആ 24 hours നമുക്കത് സാധ്യമല്ല. ചക്കരയും വീരയും പോലെ ജീവിക്കുന്ന എത്ര കപ്പിൾസ് ഉണ്ട്. കീരിയും പാമ്പും പോലെ ചിലപ്പോഴൊക്കെ വരും. പക്ഷെ
നമ്മുടെ പിള്ളേർ പല കുടുംബങ്ങളുണ്ട് ഇവിടെ, പല ടൈപ്പ് കുടുംബങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഏത് കുടുംബമാണ് നമ്മുടെ ഒന്ന് തീരുമാനിക്കാനായിട്ട് ഒരു 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 പ്രാക്ടിക്കലായിട്ട് നമുക്കിത് ഓൺലൈൻ അല്ലേ, ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല പ്രാക്ടിക്കലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കിങ്ങനെ നമ്മുടെ വീട് ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ഒന്ന് ചെയ്യായിരുന്നു. പക്ഷെ നമ്മുടെ ദാമ്പത്യ ബന്ധം ഒരു രഹസ്യമാണ്. സ്നേഹിച്ചാലും മതി വരാത്ത, പങ്കുവെച്ചാലും കൊതി തീരാത്ത ഒരു ബന്ധമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാവണം. ഒരാളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ഒരാൾക്ക് ഇതൊന്നും അറിയാത്ത പോലും ഇല്ല. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെ മുഴുവൻ, സഹോദരന്മാരെ മുഴുവൻ ഇങ്ങനെ ആൾക്കാർ പഠിപ്പിക്കുക അല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോമിനൽ ക്രിസ്ത്യൻസ് സഹോദരിമാരെ മുഴുവൻ വിളിച്ചേച്ചും ഫാമിലി അവയർനെസ് നടത്തുന്ന? അവർ കപ്പിൾസിനെ അപ്പുറം ഇപ്പുറം ഇരുത്തിയാണോ സംസാരിക്കുന്നത്? കാരണം കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു രഹസ്യമാണ്. അവര് ഇത് സഹോദരിമാരോട് നല്ലപോലെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ചിലർ എന്നോട് സംസാരിക്കാൻ പറയും, ചിലർ പറയും പുരുഷന്മാരോട് പാസ്റ്റർമാരോട് നല്ലൊന്ന് പറയണം, അല്ലെങ്കിൽ പാസ്റ്റർമാരെ ഭാര്യമാരോട്. ഞാൻ ചോദിക്കട്ടെ, ഇവർ ഒരുമിച്ചല്ലേ ജീവിക്കണ്ടേ? ഹല്ലേലൂയ. ഇത് ഒരുമിച്ചുള്ള യാത്രയാ. ഇതൊരു മത്സരമല്ല, ഇതൊരു കച്ചവടമല്ല. ഇതെന്താണ്? ഇത് ഒരുമിച്ചുള്ള, ഇവിടെ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതല്ല. ഇതൊരു എന്താണ്, ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ജീവിക്കുന്നതാണ്. ഇത് ഒരുമിക്കലാണ്. വൺനെസ് ലൈഫാണ്. വൺനെസ് ലൈഫിന് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് വിവാഹം ഉണ്ടാക്കുന്നത്. അല്ലാതെ മക്കളുണ്ടാകാനോ, സെക്സ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്താണ് പറയാ, ഗൾഫിൽ പോകാനോ, വീട് വെക്കാനോ, കുറച്ച് കാശുണ്ടാക്കും, ഇതൊന്നുമല്ല. ഒന്നായി ജീവിക്കാം. ദൈവം അതാണ്. ആ ലോൺലിനെസ് അത് ഫില്ലപ്പ് ചെയ്യാനായിട്ട് ഈ ലോകത്തിൽ ഈ ഒരു ബന്ധത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു കുഴപ്പമില്ല, ഞാൻ പറയാം. കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ ഓക്കെ. കല്യാണം കഴിച്ചു പോയിട്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ലോൺലിനെസ്, കുടുംബത്തിനകത്ത് ഏകാന്തത അനുഭവിക്കുന്ന എത്രയോ വ്യക്തി ജീവിതങ്ങളുണ്ടെന്നറിയാം. അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. ജോസഫ് നീതിമാനായിരുന്നെന്നാണ് വായിക്കുന്നത്. ജോസഫ് നീതിമാനായിരുന്നു. മറിയ കൃപ ലഭിച്ചവളായിരുന്നു. നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അവകാശം, എല്ലാവർക്കും അർഹതപ്പെട്ടത് കിട്ടിയിട്ടുണ്ടെന്ന് വീതിച്ചു കൊടുക്കുന്നവനാ നീതിമാൻ. ആരാ നീതിമാൻ? അർഹതപ്പെട്ടേണ്ട, വീതിച്ചു കിട്ടണം. മക്കൾക്ക് കിട്ടേണ്ടത്, ഭാര്യയ്ക്ക് കിട്ടേണ്ടത്, മാതാപിതാക്കൾക്ക് കിട്ടേണ്ടത്, ഇതെല്ലാം വീതിച്ചു കൊടുക്കുന്നവനാ നീതിമാൻ. അർഹമായത്. ചിലർ അമ്മേനെ മാത്രം സ്നേഹിക്കും, ചില ഭാര്യനെ മാത്രം സ്നേഹിക്കും, ചിലർ മക്കളെ മാത്രം സ്നേഹിക്കും. ഇതൊന്നുമല്ല ബേസിക് ആയിട്ടുള്ള ഒരു ബന്ധം. ഇവിടെ കർത്താവ് ആ വീട്ടിലേക്ക് നോക്കിക്കേ, ആ വീട്ടിലെ കുറവ് പരിഹരിക്കാൻ കർത്താവ് അവിടെ വന്നു. ഹല്ലേലൂയ. അവിടെ എന്താണ്, അവർ മിച്ചം വന്നാ വായിക്കുന്നത് അല്ലെ? വീഞ്ഞ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങാൻ തുടങ്ങി. നോക്കിക്കേ, കൽപ്പരണി അല്ലെങ്കിൽ വീഞ്ഞ് ഒരിക്കലും കൽപ്പരണിക്കകത്ത് വെക്കാറില്ല. അത് കാല് കഴുകുന്നതാ, അത് വെള്ളം നിറയ്ക്കാനുള്ളതാണ്. പക്ഷെ അളവ് നോക്കാതെ തുരുത്തിയിൽ ഒഴിക്കേണ്ട സാധനം കൽപ്പരണിക്കകത്ത് വെച്ചേക്കോ. നോക്കിക്കേ, അതിനകത്ത് അളവ് ഒരുപാട് കൂടുതലാ. സ്തോത്രം. കണക്കില്ലാതെ കൊടുക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. കലവറക്കാരന്റെ നിരീക്ഷണം എന്താ? ഈ നല്ല വീഞ്ഞ് ഇതുവരെ എവിടെയായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ ഇച്ചിരി മോശമാണെങ്കിലും കർത്താവ് അവസാനത്തെ മനോഹരമാക്കും. ദൈവത്തിലെ ജീവിതത്തിലോ ലഹരിയില്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിലും നിങ്ങൾ വിശ്വസിക്ക്, കർത്താവെ, എന്റെ ജീവിതം ഒരു ലഹരി പൂർണ്ണമായിട്ട് നിനക്ക് മാറ്റിത്തരാൻ പറ്റും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ പറ്റുന്നവനാ നമ്മുടെ ദൈവം. ഈ ഭൂതലം വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്നേഹം കാനാവിലെ വീഞ്ഞു പോലെ പതഞ്ഞു പൊങ്ങുവാൻ ഇടവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് ഹൃദയം
ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. നമ്മുടെ സ്നേഹം ഖനാവിലേക്ക് ആ കലവറക്കാരൻ ചോദിക്കുക, ഇത്ര നല്ല വീഞ്ഞ് ഇതുവരെ എവിടാ സൂക്ഷിച്ചു വെച്ചു? നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ പൊങ്ങി വരാത്ത ഒരു സ്നേഹം, ഇതുവരെയും അനുഭവിക്കാത്ത ഒരു രസം നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാന് തരാൻ വിശ്വസ്തനാ മക്കളെ. ഞാൻ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല ആ ഒരു കിക്ക്, ആ ഒരു സ്പിരിറ്റ്, ആ ഡിവിനോ സ്പിരിറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ കൂട്ടുരാസം. ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇന്ന് പകലിലല്ല, ഈ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരിമാരോട് ഞാൻ പറയും, ഒരു പതഞ്ഞു പൊങ്ങുന്ന ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് വാഴാൻ പോകും. നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ആ ഒരു രസം ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ തമ്പുരാൻ പറയുവാണ്, ആദ്യം ഒരുപക്ഷെ വെള്ളമായിട്ടിരിക്കുമായിരിക്കും, ഒരു രുചിയും തരുന്നില്ല, ഒരു രസവും ഇല്ലാത്തൊരു ജീവിതമാണെങ്കിൽ തമ്പുരാൻ പറയുക, ഈ അവസാന സമയത്ത് എല്ലാരും പകച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് പോയി. ഇനി ഇവിടെ ഈ സിറ്റുവേഷൻ മോശമായി, ഈ വീട്ടിൽ ഇനി ദുരിതവും കരച്ചിലും സങ്കടവും മാത്രമേ ഉള്ളൂ, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു കല്യാണമാണോ? പക്ഷെ തമ്പുരാൻ പറയാ, കൽഭരണിയാണെങ്കിൽ പോലും മാറ്റിയിട്ടതിനെ കൊണ്ടുവന്ന് തമ്പുരാൻ നിന്റെ ജീവിതത്തെ ഒന്ന് ആനന്ദിപ്പിക്കുക. എല്ലാവരും അതിശയിക്കുന്നത് പോലെ ഇത്ര നന്മയായൊരു ജീവിതം, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് എന്ന് ചോദിക്കത്തക്കവണ്ണം ഒരു അനുഭവം തമ്പുരാൻ തരും. എത്ര പേർക്ക് വിശ്വാസം? ദൈവം ഒരു കാര്യം നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലപ്പെടുത്തുവാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ വിശ്വസിക്കുക, നിങ്ങളൊന്ന് ഉറച്ചു വിശ്വസിച്ചേ. ആ ഖനാവിലെ കല്യാണത്തിലെ ആ സിറ്റുവേഷൻ മാറ്റും. ഏത് കർത്താവിന് അതിന്മേൽ അതോറിറ്റി ഉണ്ട് കേട്ടോ, ഏത് സിറ്റുവേഷനെയും. ഹല്ലേലൂയ. പകൽക്കാലം എനിക്കറിയാം ആന്തരികമായി മുറിവേറ്റ, ഇനി ഒരു ജീവിതം സന്തോഷാകത്തില്ല, ഇനി ഒരു ലഹരിയുള്ള ജീവിതം ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം കാണാം, അത്രയ്ക്ക് ഞാൻ തകർന്നിട്ടുണ്ടെന്ന് വിധി എഴുതി ആരെങ്കിലും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, കർത്താവ് പറയുക, ഒരു കനാവിലെ വീഞ്ഞ് പതഞ്ഞതുപോലെ ഒരു നിറഞ്ഞു പതയുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിന് തരാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതം സ്നേഹം കൊണ്ട് പതയും. ഹല്ലേലൂയ. ചുറ്റുപാടുമുള്ളവർക്ക് ഇതെവിടായിരുന്നു ഈ സ്നേഹം എന്ന് ചോദിക്കുന്നത് പോലെ, ഇതെവിടായിരുന്നു ഈ നന്മ എന്ന് ചോദിക്കുന്നത് പോലെ ഒരു അനുഭവം തമ്പുരാൻ തരും. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം അല്ല യഥാർത്ഥ ജീവിതം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക. ദൈവമേ, ഈ പ്ലാറ്റ്ഫോമിൽ പല രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ പല നുക്കിൽ നിന്നും കോർണറിൽ നിന്നും, പല സിറ്റികളിൽ നിന്നും കർത്താവെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവര് കർത്താവെ, കുടുംബങ്ങള് കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ അവസ്ഥകൾ, ഞങ്ങളുടെ ആവശ്യങ്ങള്, ഞങ്ങളുടെ മാനസികാവസ്ഥകള്, ഞങ്ങളുടെ നീഡ്സ് കർത്താവെ, ഞങ്ങളുടെ കർത്താവെ പോരായ്മകളൊക്കെ കർത്താവെ ദൈവമേ അറിയുവാൻ തക്കവണ്ണം ഈ മെസ്സേജ് കേട്ടിട്ടുണ്ടപ്പ. ദൈവമേ, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവന്റെ നൊമ്പരം പോരായ്മ മനസ്സിലാക്കാൻ ഒരു പ്രത്യേകമായിട്ട് നീ ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണം. ആ സാഹചര്യത്തിന്റെ നടുവിലേക്ക് നിനക്ക് ഏത് സാഹചര്യത്തിൽ, അത് രാത്രിയാണെങ്കിലും, അത് മൂന്നാം മണി നേരമാണെങ്കിലും കർത്താവെ, അത് സന്ധ്യയാണെങ്കിലും, അത് ഇരുട്ടുള്ളപ്പോഴാണെങ്കിലും, ഹല്ലേലൂയ, അർദ്ധരാത്രിയിലാണെങ്കിലും നിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഹല്ലേലൂയ. അവിടുത്തെ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ ദൈവമേ, ഒരു പതയുന്ന സ്നേഹം കൊണ്ട് പതയുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരണം. കനാവിലെ കല്യാണ വീട്ടിന്റെ ഒരു അനുഭവം കർത്താവെ, വിഷമിച്ചു പോകാവുന്ന നാണക്കേട് വരാവുന്ന സമയത്ത് കർത്താവെ, സമയോചിതമായിട്ടുള്ള ഇടപെടൽ നിമിത്തം ഒരു വലിയ സന്തോഷം എല്ലാവരും അതിശയിക്കുമ്പോൾ പലരും അങ്ങിൽ വിശ്വസിച്ചു എന്നാണല്ലോ വായിക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് അനേകര് കർത്താവ് വിശ്വസിക്കത്തക്ക ഒരു ജീവിതം ഞങ്ങൾക്ക് നീ തരും, ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ വന്ന എല്ലാവരെയും, ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ.
God bless you all.